തമിഴ്നാട്ടിൽ നിന്ന് കാര്യമായ ചില സംഭവവികാസങ്ങളുണ്ടായി. മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം നയിക്കുന്ന AIDMK വിഭാഗം NDAയിൽ നിന്ന് രാജിവെച്ചു. BJP നയിക്കുന്ന സഖ്യവുമായി ഇനി ബന്ധമില്ലെന്നും പ്രഖ്യാപിച്ചു. രാവിലെ നടക്കാനിറങ്ങിയ വേളയിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനും OPSും തമ്മിൽ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് NDA വിടുകയാണെന്ന് OPS വിഭാഗം പ്രഖ്യാപിച്ചത്. വൈകിട്ടും സ്റ്റാലിനുമായി പനീർശെൽവം കൂടിക്കാഴ്ച നടത്തിയത് OPS DMK സഖ്യ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, പ്രധാനപ്പെട്ട നിർണായകമായ രാഷ്ട്രീയ സാഹചര്യമാണ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പനീർശെൽവം ശ്രമിച്ചിരുന്നുവെന്നും അതിന് അനുമതി അദ്ദേഹം നിഷേധിച്ചുവെന്നുമാണ്. അതിനുശേഷമാണോ ഈ തെറ്റലുണ്ടായത്? രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിച്ചു, പക്ഷേ അനുമതി ലഭിച്ചില്ല. പിന്നീട് അമിത്ഷായും സമാനമായ രീതിയിൽ അദ്ദേഹം കാണാൻ ശ്രമിച്ചെങ്കിലും അതിലും അനുമതി ലഭിച്ചില്ല. AIDMKയുടെ യഥാർത്ഥ അവകാശി പനീർശെൽവമല്ല എന്ന രീതിയിൽ വരികയും എടപ്പാടി പഴനിസ്വാമിക്ക് ആ സ്ഥാനം ലഭിക്കുകയും ചെയ്തതോടുകൂടി BJP കൂടുതൽ അങ്ങോട്ടേക്ക് ചായുന്നു എന്ന വിവരങ്ങൾ ഒരു വശത്ത് പുറത്തു വരുന്നു. സ്വാഭാവികമായും അവിടെ ഒരു കൂട്ടു സർക്കാർ ഉണ്ടാകില്ലെങ്കിലും മുന്നണി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാകുന്നു. അങ്ങനെ OPS ഏറെക്കുറെ ഈ സഖ്യത്തിൽ നിന്ന് താൻ പുറത്തായി എന്ന് മനസ്സിലാക്കിയൊരു ഘട്ടത്തിലാണ് നിൽക്കുകയായിരുന്നു. മാത്രമല്ല, സർവശിക്ഷ അഭിയാനിനെ സംബന്ധിച്ചുള്ള ഫണ്ട് വിഹിതം നൽകുന്നതിൽ BJP സർക്കാരിനെ ശക്തമായി, അല്ലെങ്കിൽ NDA സർക്കാരിനെ അദ്ദേഹം ശക്തമായി തമിഴ്നാട്ടിന് പണം നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുകയും ചെയ്തു. സ്റ്റാലിനോടൊപ്പം നടക്കാനിറങ്ങി രാവിലെ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം OPS സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. പിന്നീട് അത് വലിയ തോതിൽ വൈറലാകുകയും ചെയ്തു. സ്റ്റാലിനെ കാണുന്നു, ആ ചിത്രം എടുക്കുന്നു, പിന്നീട് അത് പങ്കുവയ്ക്കുന്നു. അതിന് തൊട്ടു പുറകെയാണ് ഇനി NDA സഖ്യത്തിൽ ഇല്ല എന്ന് പനീർശെൽവം വ്യക്തമാക്കുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം വീണ്ടും സ്റ്റാലിനെ സന്ദർശിക്കുന്നുണ്ട്. സ്വാഭാവികമായും അവിടെ സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെയുള്ള ഘട്ടത്തിൽ അവിടെ ചെല്ലുകയും സ്റ്റാലിൻ നേരത്തെ അനാരോഗ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ആരോഗ്യ സാഹചര്യങ്ങൾ അന്വേഷിക്കാനാണ് യാത്ര അല്ലെങ്കിൽ അങ്ങ് ചെന്നത് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. ഏതായാലും ഈ വരാനിരിക്കുന്ന തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ നിർണായകമായ മാറ്റങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഏതായാലും BJP ഖുഷ്ബു BJPയുടെ ഉപാധ്യക്ഷയായി മാറിയതോടുകൂടി വിജയുമായി ഒരു ഐക്യം വേണം എന്ന നിലപാട് വയ്ക്കുന്നു. പനീർശെൽവമാകട്ടെ BJP സഖ്യത്തിൽ NDA സഖ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇനി പനീർശെൽവത്തിന് സ്വാധീനമുള്ള തേനിയിലെ തേവർ വിഭാഗം എന്ത് തീരുമാനമെടുക്കും എന്നതൊക്കെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. ഏതായാലും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇതിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല, എല്ലാം സമയമാകുമ്പോൾ പറയും എന്നാണ്. ഏതായാലും ഇത് ഒന്നും തള്ളിക്കളയുന്നില്ല. TVKയിൽ ചേരുമോ എന്ന ചോദ്യം അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. അതും അദ്ദേഹം തള്ളിക്കളയുന്നില്ല, എല്ലാം സമയമാകുമ്പോൾ പറയാം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും പൻരുതി S രാമചന്ദ്രൻ ആണല്ലോ പനീർശെൽവത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു അനുയായി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹവും ഈ സാധ്യതകളൊന്നും തള്ളിക്കളയുന്നില്ല, എല്ലാം സമയമാകുമ്പോൾ നടക്കും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അവിടെ നിന്നും വരുന്നത്. ശരി, മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തമിഴ്നാട്ടിൽ അങ്ങനെ പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുകയാണ്.